ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നല്ല മഴയൊക്കെയല്ലേ. അപ്പോൾ ഈ മഴയത്തും തണുപ്പത്തും കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ആയാലോ ഇന്നത്തെ ഒരു 4 മണി പലഹാരം. അപ്പോൾ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ഞാൻ ദേ ഇവിടെ ഒരു ചെറിയൊരു ബൗളിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. ആ ബൗളിൽ തന്നെ 3 ബൗള് അരിപ്പൊടി, അപ്പത്തിന് പൊടിച്ച പൊടിയാണേ. ഇനി നമുക്ക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുത്താലും മതിയേ, അല്ലെങ്കിൽ നല്ലതുപോലെ ഇളക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ്. അപ്പം ഇത് പച്ചവെള്ളമാണേ. ആ വെള്ളത്തിലേക്ക് ഒരു അല്പം ഉപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ കായപ്പൊടി, അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. അല്ലെങ്കിൽ കായമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയെടുക്കുന്നത്. ആ സ്പൂണും കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് മൊത്തമായിട്ട് അങ്ങോട്ട് ഒഴിക്കരുതേ, കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കണം ഉപ്പും കായത്തിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടോ എന്ന്. എന്നിട്ട് വേണം, ഇല്ലെങ്കിൽ മാത്രം വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഞാനിപ്പോൾ ഇതേ ഒരു 3/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. സ്പൂണും കൊണ്ട് ഇളക്കിയാൽ ശരിയാവില്ല, കൈ കൊണ്ട് ഇളക്കണേ. കൈ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിച്ചതാണേ, പിന്നെ 1 ടീസ്പൂൺ എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കാശ്മീരി മുളകും 1/2 ടീസ്പൂൺ എരിവുള്ള മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ബട്ടർ ഒന്ന് ചൂടാക്കിയെടുത്തതാണേ. അപ്പോൾ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചൂടാക്കിയെടുത്തത്. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ. ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചാൽ മതി. ബട്ടർ ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും. ആ ബട്ടറിൻ്റെ ടേസ്റ്റും നെയ്യും കുഴപ്പമില്ല. ഇനി കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്നതിനേക്കാളും ഒരല്പവും കൂടെ മയത്തിൽ കുഴക്കണേ. ഇത്തിരിയോടെ ലൂസ് വേണം. അപ്പോൾ ഈ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് പക്കാവടയുടെ അച്ചാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് അച്ചിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് എണ്ണ നല്ലതുപോലെ ചൂടാകാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഈ കുഴച്ച സമയത്ത് എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണേ ഇത് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാനായിട്ട്. നല്ലപോലെ നിരത്തി ഇട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. ഒത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു അരച്ചട്ടി എണ്ണയൊക്കെ വേണം ഈ ചീനിച്ചട്ടിക്ക്, എന്നാലാണ് ശരിക്കും മുങ്ങിക്കിടക്കുകയുള്ളൂ. നമുക്കിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ. ഇനി ഇത് പെട്ടെന്ന് അങ്ങോട്ട് മറിച്ചിട്ട് ഇടരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ മറിച്ചിടാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഈ വെണ്ണയൊക്കെ ഇട്ടേക്കണത് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പൊടിഞ്ഞു പോകും. നമുക്കിത് കടിച്ചങ്ങോട്ട് ഒത്തിരി പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നല്ല മയമാണിതിന്. അപ്പം ഞാൻ ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഒരു നിറം മാറി വരുന്ന സമയത്ത് വേണം നമുക്കിത് എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് ചുമന്ന് പോവണ്ട. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതിപ്പോൾ ഇത്തിരി നിറം മാറിയിട്ടുണ്ട്. അടുത്തത് ഇടുമ്പോൾ നമുക്ക് ഇതിലും ഒരല്പോടെ നിറം കുറച്ചിട്ട് എടുക്കാം. ഇതിൻ്റെയൊക്കെ ചൂടാറുമ്പോൾ തന്നെ നല്ല നിറം വരും ഇതിന്. നമ്മൾ കാശ്മീരി മുളക് പൊടിയാലോ ഇട്ടിരിക്കണേ. അപ്പോൾ ഇതെല്ലാം നമുക്ക് കോരി മാറ്റാം. ഇനി ആ എണ്ണയൊക്കെ നല്ലപോലെ ഊർന്നു പോട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും പിഴിഞ്ഞൊഴിക്കാം. പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഞുറുക്കല്ല, പക്കാവട. അപ്പോൾ വൈകുന്നേര സമയത്തൊക്കെ
നമുക്കൊരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എന്നിട്ട് നല്ല കാറ്റ് കയറാത്ത ടിന്നിൽ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ അതേ ഇന്നത്തെ ഞങ്ങളുടെ പക്കാവട ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.